അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവരുടെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വിശുദ്ധമായ റമദാൻ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സൂറത്ത് ബഖറയിൽ നിന്നുള്ള 70 തുടങ്ങുന്ന ആയത്തുകളാണെന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. വിശദീകരണം നൽകുന്നത് അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ധനികനായ ഒരാൾ, ആമീൽ എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടു. ആരാണ് അദ്ദേഹത്തെ വധിച്ചത് എന്ന് ആർക്കും അറിയില്ല. ആ കൊലപാതകിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആയത്തുകളൊക്കെ നമ്മളതിന് വിശദീകരണം നൽകിയത്. ആമീൽ എന്ന് പറയുന്ന ധനികനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് കുട്ടികളൊന്നും ഉണ്ടായില്ല, കല്യാണം കഴിച്ചെങ്കിലും കുഞ്ഞുങ്ങളില്ല. എന്നാൽ അദ്ദേഹം തൻ്റെ പിതൃവ്യനായ തൻ്റെ സഹോദരങ്ങളുടെ 2 മക്കളെ വളരെയധികം സ്നേഹത്തോടുകൂടി ലാളിച്ച് വളർത്തി. അവരെല്ലാ കാര്യങ്ങളും ഇദ്ദേഹം നിർവഹിച്ചു കൊടുത്തുകൊണ്ടിരുന്നു, സ്വന്തം മക്കളെ പോലെ തന്നെ. പണം എന്നത്, സമ്പത്ത് എന്നത് ആരെയും ദുഷ്ടചിന്തകളിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വസ്തുവാണെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ മക്കളെ പോലെ വളർത്തിയിരുന്ന ഈ 2 പേർ ഗൂഢമായ ഒരു തീരുമാനമെടുത്തു. ഇദ്ദേഹം എന്നാണോ മരിക്കുന്നത് അന്ന് നമുക്ക് 2 പേർക്കും ഈ സ്വത്ത് കിട്ടും, മറ്റാർക്കും അധികാരമില്ല, നമ്മൾക്ക് 2 പേർക്കുമാണ് ആ സ്വത്തുക്കളൊക്കെ. അത് ഇത്ര നാൾ കാത്തിരിക്കും. അങ്ങനെ അവരെന്ത് ചെയ്തു? ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. ആമീൽ എന്ന് പറയുന്ന ഈ ധനാഢ്യനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയും അവർ 2 പേരും കൂടി ഈ എളാപ്പായെ, പിതൃവ്യനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു യാത്ര പോകുന്നു എന്ന നിലയിൽ കൊണ്ടുപോവുകയും യാത്രാമധ്യേ വെച്ച് ഇദ്ദേഹത്തെ കഴുത്തിൽ കയറ് കുരുക്കി കൊലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഒരു വീടിൻ്റെ മുറ്റത്ത് ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ഇവർ കടന്നുപോയി. അങ്ങനെ നേരം വെളുത്തു നോക്കുമ്പോൾ ഒരാൾ മരിച്ചു കിടക്കുന്നു. നാടാകെ വിവരങ്ങൾ അറിഞ്ഞു. നോക്കുമ്പോൾ ഈ മുതലാളിയാണ്, ധനാഢ്യനാണ്. അങ്ങനെ പരസ്പരം അവർ പറഞ്ഞത് ആരാണ്? അപ്പോൾ നോക്കുമ്പോൾ അടയാളങ്ങൾ നോക്കുമ്പോൾ കൊന്നതാണ്, കഴുത്ത് ഞെരിച്ച് കൊന്നതാണെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ നാട്ടിലുള്ള എല്ലാ വിവരങ്ങളും, എല്ലാ സ്ഥലത്തും ഇത് വിവരം പടർന്നു പന്തലിച്ചു. മുതലാളി, ആമീൽ എന്ന് പറയുന്ന മുതലാളി കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിനെ കൊന്നവരാരാന്ന് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടാട് നിന്നു. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ കൊലപാതകികളെ കണ്ടുപിടിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നതും കൊലപാതകികളാണ്. അതുപോലെ ഇവരോടൊപ്പം, ഈ നാട്ടുകാരോടൊപ്പം, ഈ 2 പേരും ഇവരോടൊപ്പം നിന്നു. അങ്ങനെ അവസാനം പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരു രംഗത്തിൽ വന്ന് 2 കൂട്ടമായി തിരിഞ്ഞു. ആരായിരിക്കുമെന്നുള്ള രീതിയിൽ അതിൽ ബുദ്ധിമാന്മാരായ ഒരു വിഭാഗം പറഞ്ഞു, നമ്മൾ എന്തിനു തർക്കിക്കണം? മൂസാ നബി അലൈഹിസ്സലാം നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാൻ പറയാം, ഇതാരാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന്. അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് മൂസാ നബിയുടെ അടുക്കൽ അവർ ചെല്ലുന്നതും മൂസാ നബി അലൈഹിസ്സലാമിനോട് അവർ പറയുന്നതും. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് പറയുന്നു, നിങ്ങൾ
ആ കൊലപാതകിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പശുവിനെ അറുക്കണം. അപ്പൊ ആദ്യം അവർ പറഞ്ഞു, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ മൂസ? മൂസാ നബി പറഞ്ഞു, അല്ല, അള്ളാഹു പറഞ്ഞത് തന്നെയാണ്. അങ്ങനെ ഈ കൊലപാതകികളും അവരുടെ കൂട്ടത്തിലുള്ളപ്പോൾ ഇതിനെ വിഷയം നീട്ടി കൊണ്ടുപോയി രക്ഷപ്പെടാമെന്നാണ് അവർ ധരിച്ചത്. അങ്ങനെയാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നത്. എങ്ങനെയുള്ള പശുവാണ്, ഏത് നിറത്തിലുള്ളതാണ്, എത്ര പ്രായമുള്ളതാണെന്നൊക്കെ ചോദിച്ചു വന്നപ്പോഴാണ് അവസാനമായിട്ട് അവരതിൻ്റെ സത്യാവസ്ഥയിലേക്ക് എത്തുന്ന രംഗമാണ് ഈ ആയത്തിൽ മുഖേന പറയുന്നത്. قالوا ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا وإنا إن شاء الله لمهتدون. قالوا ادع لنا ربك يبين لنا. മൂസാ നബിയെ, നിങ്ങൾ റബ്ബിനോട് നിങ്ങളൊന്ന് ദുആ ചെയ്യണം, ഏത് തരത്തിലുള്ള പശുവാണ് എന്ന് വ്യക്തമാക്കി തരുവാൻ. തീർച്ചയായും ഇന്നൽ ബഖറ തശാബഹ അലൈന, തീർച്ചയായും പശുക്കൾ പരസ്പരം സാദൃശ്യമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നു. ഓരോ പശുവിലേക്ക് നോക്കുമ്പോഴും വ്യത്യസ്തമായ രീതികളാണ്. അപ്പൊ ഞങ്ങൾക്ക് പരസ്പരം സാദൃശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് പശുവായിരിക്കണം എന്ന് നിങ്ങൾ റബ്ബിനോട് ചോദിക്കുക. വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. അള്ളാഹു ഉദ്ദേശിച്ചാൽ തീർച്ചയായും അവന്റെ മാർഗനിർദ്ദേശപ്രകാരം തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കാം. ആ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം, ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർള വലാ തസ്ഖിൽ ഹർസ മുസല്ലമത്തുൻ ലാ ശിയത ഫീഹാ ഖാലൂ അൽആന ജിഅത ബിൽ ഹഖ് ഫദബഹൂഹാ വമാ കാദൂ യഫ്അലൂൻ. ഖാല മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർള. റബ്ബ് നിങ്ങളോട് പറയുന്നത് എങ്ങനെയുള്ള പശുവാണ്? നിലം വഴുതുവാനോ വലാ തസ്തിൽ ഹർദ, വിള നനയ്ക്കുവാനോ ഉപയോഗപ്പെടുന്നതല്ലാത്ത, മുസല്ലമത്തുൻ ലാ ശിയത ഫീഹാ, പാടുകളൊന്നുമില്ലാത്ത അവികലമായ ഒരു പശുവായിരിക്കണം. കൃഷി ഉഴുതുന്നതിനോ അതിന് വെള്ളം നനയ്ക്കുന്നതിനോ അതുപോലെ തന്നെ ശരീരത്തിൽ പാടുകളൊന്നുമില്ലാത്ത നല്ല ഒരു പശുവായിരിക്കണം. ഖാലൂ അൽആന ജിഅത ബിൽ ഹഖ്. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോഴാണ് താങ്കൾ ശരിയായ വിവരം വെളിപ്പെടുത്തിയത്, യഥാർത്ഥ വിവരം ഇപ്പോഴാണ് കിട്ടിയത്. അങ്ങനെ ഫദബഹൂഹാ വമാ കാദൂ യഫ്അലൂൻ. അത്തരം ഒരു പശുവിനെ അവർ കണ്ടെത്തി. അവർക്ക് അത് നിറവേറ്റുക എളുപ്പമായിരുന്നില്ല. റബ്ബ് ഉദ്ദേശിക്കുമെങ്കിൽ ഞങ്ങളതിൽ എത്തിപ്പെടുമെന്ന് അവർ പറഞ്ഞത് കാരണമായിക്കൊണ്ട് അള്ളാഹു അവരെ അതിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോ ചോദ്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് അള്ളാഹു അവരെന്ത് ചെയ്തു? അവരെ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടി നീക്കമായി കൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ അവർ ചെയ്തേണ്ടത് അള്ളാഹു പറഞ്ഞ ഒരു പശുവിനെ, ഏതെങ്കിലും ഒരു പശുവിനെ ഒരു വാങ്ങിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഈ പശുവിനെ അവർ തേടി നടന്ന് ഒരു സ്ത്രീയുടെ കയ്യിൽ ഈ പശു ഉണ്ടെന്ന് കണ്ടെത്തി. അവര് ചോദിച്ചത് ആ പശുവിനെ അറുത്ത് അതിൻ്റെ തോലിൽ നിറയുന്ന സ്വർണമാണ് അവർ ചോദിച്ചത്. അത് തരുവോ? എന്താ തരാം, ഇല്ലെങ്കിൽ തരൂല. ഈ പശുവിനെ കണ്ടെത്തിയെങ്കിലും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ചെന്നിട്ട് അവർ പറഞ്ഞു, മൂസാ നബിയെ, പശുവിനെ ഞങ്ങൾ കണ്ടെത്തി, പക്ഷേ വില കൂടുതലാണ്. അപ്പൊ മൂസാ നബി പറഞ്ഞു, നിങ്ങൾക്ക് കാര്യം നടക്കണമെങ്കിൽ ആ രീതിയിൽ തന്നെ അവർ ചോദിക്കുന്ന വില കൊടുത്ത് വാങ്ങിക്കുക. അങ്ങനെ എന്ത് ചെയ്തു? അവർ ആ പശുവിനെ കണ്ടെത്തി. وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. എന്നിട്ടോ ഫദ്ദാറഅ്തും ഫീഹ, അന്യോന്യം കുറ്റം ആരോപിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾ ഇത് ആരാ കൊന്നത്, ആരാണ് അറിഞ്ഞില്ല, പരസ്പരം ഒഴിഞ്ഞു മാറി. ആ രീതിയിൽ ചെയ്തപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? വല്ലാഹു മുഖ്രിജും ബിമാ കുന്തും തക്തുമൂൻ. അള്ളാഹു നിങ്ങൾ വെളിവാക്കി വെക്കുന്നത് തീർച്ചയായും കൊണ്ടുവരികയെ തന്നെ ചെയ്യും എന്ന് അള്ളാഹു അവർക്ക് മറുപടി കൊടുത്തു. അങ്ങനെയാണ് അള്ളാഹു അവരോട് ഈ പശുവിനെ അറുക്കാനും, പശുവിനെ അറുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്ത് ആ മരിച്ചു കിടക്കുന്ന ആളിനെ അടിക്കാനും പറഞ്ഞത്. അങ്ങനെയാണ് ഇതിൽ അവർ ആ മാർഗത്തിലേക്ക് എത്തിപ്പെട്ടത്.
വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ ഫഖുൽനാ ഇദ്രിബൂഹു ബിബഅളിഹാ കദാലിക യുഹ്യില്ലാഹുൽ മൗതാ വയുരീകും ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ. അങ്ങനെ അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ ആ പശുവിനെ അറുക്കുക, എന്നിട്ട് ആ പശുവിന്റെ ഒരംശം നാക്കാണെന്നും പറയുന്നു, വാലാണെന്നും പറയുന്നു അഭിപ്രായത്തിൽ, അതെടുത്ത് ആ മൃതദേഹത്തിനെ അടിക്കുക. അങ്ങനെ അവരെന്ത് ചെയ്തു? അപ്രകാരം യുഹ്യില്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊരു ദൃഷ്ടാന്തം കൂടി ഇതിലുണ്ട്. കദാലിക യുഹ്യില്ലാഹുൽ മൗതാ, മരണപ്പെട്ടവരെ അള്ളാഹു ജീവിപ്പിക്കും. ഇതേ പ്രകാരം വയുരീകും ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരും. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധിയുള്ളവരാകുവാൻ വേണ്ടി. അങ്ങനെ ആ പശുവിനെ അവർ വാങ്ങിച്ചു, അതിനെ അറുത്തു. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് പ്രകാരം അതിന്റെ നാക്കിനെയോ വാലിൽ നിന്നോ അല്പം എടുത്ത് ഈ മനുഷ്യനെ അടിച്ചു. മനുഷ്യനടിച്ചപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം ഉണർന്നു. മരിച്ചു കിടന്ന ആൾ ഉണർന്നു. ഉണർന്നിട്ട് പറഞ്ഞ്, എന്നെ കൊലപാതകം നടത്തിയത് എൻ്റെ സഹോദരപുത്രന്മാരായ ഈ രണ്ടുപേരാണ് എന്ന് പറയുകയും ആ പറഞ്ഞതിന് ശേഷം വീണ്ടും അയാൾ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ കൊലപാതകികളെ കിട്ടി. കൊലപാതകികൾ എവരോടൊപ്പം കൊലപാതകിയെ കണ്ടെത്താൻ വേണ്ടി നിന്ന എവർ തന്നെയായിരുന്നു. അവരുടെ സഹോദരന്റെ 2 മക്കളായിരുന്നു. അവരെ പിടിച്ചു, ജയിലിലടച്ചു. സ്വത്തുവകൾ അവർക്ക് കൊടുക്കാത്ത നിയമം ബാധകമാക്കി. അത്യാഗ്രഹം കൊണ്ടുണ്ടായതാണ്. അപ്പോ സ്വത്തിനു വേണ്ടി കൊലപാതകം വരെ നടത്താൻ ഇക്കാലത്ത് മനുഷ്യന്മാർ നടത്തുന്ന സംഭവങ്ങൾ മുൻപും നടന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തും നടന്നിട്ടുണ്ട്. നോക്കുക, ഇവർ അത്യാഗ്രഹം കൊണ്ട് ചെയ്ത കാര്യം പക്ഷെ അള്ളാഹു വെളിപ്പെടുത്തി. അവനെ മൂസാ നബിയെ കൊണ്ട്, പ്രവാചകനായ മൂസാ നബിയെ കൊണ്ട് അള്ളാഹു വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നെയും ലജ്ജിച്ചു ദുർജനം കൂട്ടമായി, പൊയ്യല്ല ഞങ്ങൾക്കു സംശയം മനസ്സേ, കന്നിൻ കിടാവിന്റെ ലക്ഷണം വ്യക്തമായ അള്ളാഹു ഓതായി കിരന്തു നാം ചെയ്തിടും. കാർഷിക വൃത്തികൾ ചെയ്യും പശുക്കളെ സ്വീകാര്യമാവില്ല വർജിക്ക നിങ്ങളും. വൈകല്യമില്ലാത്ത സിദ്ധമാം ഗോവിനെ വൈകാതെ കൊണ്ടുവന്നിടുവീൻ കൂട്ടരെ. തന്ത്രങ്ങളേതും ഫലിച്ചില്ല മാടിനെ, ഹിംസിച്ച തൃപ്തരാണെങ്കിലും പാപികൾ. മർത്യനെ നിഗ്രഹിച്ചന്യന്റെ തോളില കുറ്റം ചുമത്താൻ പരിശ്രമിച്ചില്ലയോ. കുറ്റങ്ങളെല്ലാം മറച്ചു വെച്ചിടിലും സത്യം പ്രകാശനം ചെയ്തിടും രക്ഷകൻ. മൃത്യുവിൻ ഭക്തരെ പ്രതിച്ചൊരു മർത്യനെ ദണ്ഡിച്ചുയർത്തുവാൻ കൽപ്പിച്ചു രക്ഷകൻ. ദൃഷ്ടാന്തമോരോന്നു കാട്ടിത്തരുന്നവൻ, നിങ്ങൾ നിരൂപിച്ചു സാരം ഗ്രഹിക്കുവീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവസാനം കലിമ ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റമദാൻ മാസമാണ്. ഇബാദത്തുകൾ കൊണ്ട് എല്ലാവരും വ്യാപൃതരാകുക. അസ്സലാമു അലൈക്കും.